അതായത് ഈശോയുടെ ഉപരി മനുഷ്യത്വത്തിലെ ഒരു മങ്ങിയ കാഴ്ച പോലെ ഈശോ കണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഈശോനെ അങ്ങ് വിട്ടിട്ട് പോകുന്നു തന്താങ്ങളുടെ വഴി. അപ്പോൾ ഓരോരുത്തർക്കും നീ ചുവന്നുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തന്താങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചോ. ആ വഴി വ്യക്തമായിട്ട് തെളിഞ്ഞ് എപ്പോൾ വരുന്നു അപ്പം അവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കും. അതാണ് തന്താങ്ങളുടെ വഴി. ഇപ്പം കൂടെ കൂട്ടിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തന്താങ്ങളുടെ വഴി തെളിയാത്ത കൊണ്ടാണ് അവർ നിന്നെ ചുറ്റിപ്പറ്റി നടക്കണത്. അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ 16:32 നിസ്സാര വചനമല്ല. നിങ്ങൾ ആരിലാണ് ആശ്രയം വെച്ചിട്ട് നോക്കണം. അതായത് ഈവൻ ഈശോ അല്ലാതെ ഇത് ഇത്രയും വെട്ടിമുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. എന്നെക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് വേണ്ടെന്നാ പറഞ്ഞത്. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. മത്തായി 10:37. മത്തായി സുവിശേഷം 10:37 വാക്യം. എന്നേക്കാൾ അധികം പറഞ്ഞേ. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ കുരിശാണ് പ്രശ്നം. കർത്താവിന് യോഗ്യമാകുന്നത് ആരാണ്? കുരിശാരാണ് എടുത്തിരിക്കണത്. നമുക്കൊരു ഭാര്യയുണ്ട്, നമുക്ക് ഭർത്താവുണ്ട്. ഇപ്പൊ ഭർത്താവിനെയൊക്കെ വർഷങ്ങൾ പരിചരിക്കണ ഭാര്യമാരില്ലേ, ഒരു കുരിശിനെ പരിചരിക്കണവര്. നമുക്ക് അധികം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ, അത്രയും ബന്ധമില്ല, ഭർത്താവിനോടും ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ, ഒരു പ്രഷർ രോഗിയെ പരിചരിക്കുന്ന മരുമക്കളില്ലേ, അവരെന്താ ചരിക്കണത്? അവരുടെ കുരിശ് എടുത്തിരിക്കുകയാണിത്. ക്രിസ്തു ഈ ലോകത്ത് വന്നത് സഹനങ്ങളെ സ്വന്തമാക്കി ദൈവത്തെ നമുക്ക് അവകാശമാക്കാനാണ്. കൈയിടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ ക്രിസ്തുവുമായി കൺഫ്രണ്ട് ചെയ്യുമ്പോൾ, അവനുമായി ഈ ജന്മത്തിന് ഒരു സമയം കുറിച്ച് കഴിയുമ്പോൾ, നമ്മൾക്ക് മുമ്പേക്ക് നടക്കുന്ന പരീക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? അവന് നമ്മളെ യോഗ്യമാണോ യോഗ്യമല്ലയോ? അവന് നമ്മളെ യോഗ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ പേരിലുള്ള നമ്മുടെ സ്വന്തം കുരിശുണ്ട്, അത് അവൻ്റെ പേരിലാക്കി എടുത്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം കുരിശ്. ഇപ്പം നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ നടുവേദനയെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ മെനിഞ്ചൈറ്റിസ് ആണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളെ ഉറക്കമില്ലാത്ത അവസ്ഥയാണെന്ന് വിചാരിച്ചോ? അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് പിച്ചുമ്പയും പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തുമാത്രം മനുഷ്യർ നേരം വെളുപ്പിക്കുന്ന. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ പറയണം, കർത്താവ് ഇതെൻ്റെ കുരിശാണ്, ഇതിപ്പോൾ ഞാൻ നിൻ്റെ പേരിലേക്ക് പ്രമാണം ചെയ്ത് തരുന്നു,
ഇത് നിൻ്റെ കുരിശാണ്, ഞാൻ നിൻ്റെ പേരിൽ ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ബെയറിങ് ജീസസ്, യു ആർ ക്രിസ്റ്റിഫൈഡ്. നിങ്ങൾ കർത്താവിനെ വഹിക്കുന്നവരാവും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 നന്ദി, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് ഒരുമിച്ച് പാടുക സന്തോഷത്തോടെ. ഒരുമിച്ച് എല്ലാവരും കുരിശാണ് രക്ഷ, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശിൽ നമിച്ചിടുന്നു. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശിൽ നമിച്ചിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വളരെ ഇൻറ്റിമസി ആയിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ള സ്വന്തം കുരിശിനെ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയിട്ട് ക്രിസ്തുവിനെ വഹിക്കുന്നത് പോലെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതികൾ. ഇവരാണ് ആര്? എനിക്ക് യോഗ്യൻ എന്ന് പറയണത്. കർത്താവ് എനിക്ക് യോഗ്യനുള്ളവരും യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരെയും തമ്മിൽ ഈശോ തിരിക്കുന്നുണ്ട്. എന്നെ പ്രതി കുരിശിനെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുന്നവൻ എനിക്ക് യോഗ്യനെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമുക്കറിയാമല്ലോ ക്രിസ്തുവിനെ പ്രതി എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ ഏറ്റെടുക്കണ ഒരു സമയം നിനക്ക് തന്നാൽ നീ അത് നഷ്ടം സഹിച്ച് ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ നീ പ്രവേശിക്കണം. ഭയങ്കര പാടാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ദാറ്റ് വി തിങ്ക്. നമ്മൾ പറയും ക്രിസ്ത്യൻസ് ആണല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിലും കൃപാസനത്തിൽ വന്ന് വചനം കേൾക്കുന്നവരാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ബി എ മെമ്പർ ഓഫ് ദി ഇന്നർ കോർ. കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റ് പ്രവേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസോൺ ചെയ്യുന്ന എല്ലാവരും കൈയൊഴിയുന്ന സമയത്ത് ആരാണ് നമ്മളെ സഹായിക്കുന്നത്? അങ്ങനെ എല്ലാ കസിൻസും കൈയൊഴിയുന്ന സമയത്ത് ഈ സൗമ്യയ്ക്ക് ഒരു മെൻറ്ററെ കിട്ടും. അവളുടെ പേരാണ് ദീപ, ദിവ്യ. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ദിവ്യയെ വിളിക്കും. സൗമ്യ ഇപ്പം എന്താ, ഭർത്താവും പറഞ്ഞ് അബോർഷൻ ചെയ്യാൻ, കസിൻസും ആരുമില്ല, താനുമുണ്ട്, തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമുണ്ട്, അതിൻ്റെ ചങ്കിലേക്ക് കുടൽ കയറിയിരിക്കണം, അത് ചാകാൻ പോകണം, ചിലപ്പോൾ താനും ചാകും. തനിക്ക് കുഞ്ഞിനെ കളയാൻ ഇഷ്ടവുമില്ല. കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെ അവൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് കൊണ്ട് അവളും ഉണ്ട്. അവൾ വിചാരിക്കണ കർത്താവിനെ കാണാനുമില്ല, വിശ്വാസമാണ് മാത്രമേ ഉള്ളവരുടെ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. അപ്പോൾ അവളെ ദിവ്യയെ വിളിക്കും. ദിവ്യ, ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും. അപ്പോൾ ദിവ്യ ഉടനെ പറയും, ഉടനെ ഒരു സാക്ഷ്യം ഇട്ട് കൊടുക്കും. അതാണ് മെൻറ്റർ എന്ന് പറയണത്. നീ കുഞ്ഞിനെ കളയരുത്, കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ആ സമയത്ത് പറയണമെങ്കിലേ നമ്മുടെ കസിൻസ് ഈ ദിവ്യയും ഈ സൗമ്യവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല, രക്തബന്ധമില്ല. രക്തബന്ധമല്ല ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ ക്രിസ്തു ബന്ധമാണ്. ക്രിസ്തുവിന് നമ്മളോടും അവരോടും എന്ത് ബന്ധമുണ്ട് അതാണ് ശാശ്വത ബന്ധം എന്ന് പറയുന്നത്. മറ്റൊക്കെ തൽക്കാലം പന്തലിടാനും പെട്ടി വെക്കാനും കഴുകാനും സോക്സ് നമ്മുടെ കയ്യിലിടാനും കുരിശ് പിടിപ്പിക്കാനും വേണ്ടി, പിന്നെ നമ്മുടെ മുഖത്ത് ചത്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഈച്ച വരുമ്പോൾ തല്ലി ഓടിച്ചിട്ട് അവിടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ വേണ്ടി, അതെന്നെ ഒരു കലാപരിപാടിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ്. അതൊക്കെ വെറുതെയാണ്. 2 ആഴ്ച കഴിയുമ്പോൾ അവരെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നിലയം വിളിച്ചിട്ട് ചോപ്പിട്ട് നിൽക്കുന്ന ആൾക്കാർ 2 ആഴ്ച കഴിയുമ്പോൾ നിൽക്കുക കാണാൻ പറ്റും. അവർ മിക്കവാറും അടുത്ത കുഴിയാഴ്ചയ്ക്ക് വേണ്ടി അവർ വല്ല ബ്യൂട്ടി പാർലറുമായിരിക്കും മിക്കവാറും. ഞാൻ എത്ര ശവം കണ്ടതാണ്, എത്ര ശവങ്ങളുടെ ബന്ധുക്കളെ കണ്ടതാണ്. നമ്മളൊക്കെ ഇപ്പം ഇന്നലെ മോങ്ങിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ
നമ്മുടെ കുഴിയാഴ്ചക്ക് 10 ബന്ധുക്കൾ വരുമ്പോൾ അവിടെ പന്നി ഇറച്ചിയും പശു ഇറച്ചിയും ഒക്കെ വിളമ്പണ സമയത്ത് വലിയ പോഷായിട്ടുള്ള ആൾക്കാർ വന്ന് എത്ര കാറ് വന്ന് അതിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് നോക്കത്തുള്ളൂ. ചത്തവൻ ചത്തുപോയി, ബ്രാൻഡിൻ്റെ എണ്ണിയിട്ട് തൻ്റെ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ എണ്ണിയിട്ട് കോളർ വരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ മുമ്പിൽ അഭ്യാസം കാണിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകും. വയലറ്റ് സാരിയെങ്കിൽ വയലറ്റ് സാരി, അതിന് പറ്റിയ മസ്കാരായി, അതിന് പറ്റിയ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് അവരെ വേഷം കിട്ടി അങ്ങോട്ട് വരും. വീഡിയോ ഉള്ളവൻ്റെ മുമ്പ് തിരിഞ്ഞ് നിൽക്കും അവർ. അത് ശവപ്പെട്ടിയുടെ അടുത്ത് പോയി തിരിഞ്ഞിങ്ങനെ കാണാൻ ശരിക്കും പറ്റുമോ? മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. നീ തലയെ കൊണ്ട് നടക്കുന്നവരെ നാളെ നിന്നെ ഇറക്കി വെക്കും, അല്ലെങ്കിൽ നിനക്ക് ഇറക്കി വെക്കേണ്ടി വരും. കർത്താവ് ഒരിക്കലും നിനക്ക് ഇറക്കി വേണ്ടിക്കേണ്ടി വരാത്ത നിന്റെ ബന്ധമാണ് ശാശ്വത ബന്ധം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദിവ്യ എന്ത് ചെയ്ത്? ദിവ്യ പറഞ്ഞ് ഈ കുഞ്ഞ് ഒന്നും സംഭവിക്കത്തില്ല, നീ കൃപാസനം മാതാവിന് കുഞ്ഞിനെ സമർപ്പിക്കണം, എന്നിട്ട് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. അപ്പോൾ ഈ രണ്ടുപേരും മുടന്തിയവരാണ്. 3 പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ട് അവർക്ക്. ഈ 3 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മുടന്തനായ ഭർത്താവും മുടന്തനായ ഭാര്യയും ഗർഭിണിയായി വയറും വലിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വരും. പക്ഷെ അവർ മുകളിൽ കയറും, പക്ഷെ ഉടമ്പടി അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇരിക്കാൻ പറ്റണില്ല. അവർക്ക് ഇരിക്കാൻ പറ്റാതെ പകുതി ഉടമ്പടി ക്ലാസ് ആകുമ്പോൾ അവർ ഇറങ്ങി കഷ്ടപ്പെട്ട് വേദനിച്ച് അവർ ഇറങ്ങിപ്പോരും. ഇറങ്ങി നേർച്ച വസ്തുക്കളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ബാക്കിയുള്ള ഉടമ്പടി അല്ലാത്ത നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ലേ, അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പിന്നീട് അവരെ ആ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഈ ദിവ്യയുടെ കൂടെ, അതൊരു മെൻറ്റർഷിപ്പല്ലേ ഉള്ളത്, അവിടെ കൂടെ ഇവളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവൾ പോവുകയാണ്. അവൾ അവസാനം ആശുപത്രി പോകും, ഓപ്പറേഷൻ നടത്തും. ആ സമയത്തെല്ലാം കുഞ്ഞിൻ്റെ വയറ്റിലെ ആരുടെങ്കിലും വാങ്ങിച്ച് തൈലം പൂശും, പ്രാർത്ഥിക്കും, ഉപ്പ് ഭക്ഷണത്തിൽ അവൾ കഴിക്കും, കൃപാസനം മാതാവിൻ്റെ കാശുരൂപം സൂക്ഷിക്കും. അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം എന്ന് മാത്രമായിട്ട് ഈ കുഞ്ഞിനെ 28 ദിവസം ഇവൾ കാണത്തില്ല. പക്ഷേ കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിൻ്റെ ചങ്കിലോട്ട് കയറിയിരുന്ന കുടലിനെ താഴേക്കിറക്കിയിട്ട് നോർമൽ ബോഡിയാക്കി കളയും. അപ്പം അത് കർത്താവ് കൂടെ ഉണ്ടാകും. അതാ കർത്താവിന് വേണ്ടി ഒരു കാര്യം വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടച്ചും പോയാലും കർത്താവ് ഇട്ടച്ചും പോകത്തില്ല, അത് കർത്താവ് ചെയ്യും. പക്ഷെ ചെയ്യുമെങ്കിലും ചെറിയ ഒരു ബ്ലീഡിങ് വരും ഉള്ളിൻ്റെ ഉള്ളിൽ. അതായത് അകത്തെ വാൽവിൽ ഒരു ചേഞ്ചിങ് വന്നിട്ട് ചെറിയ ഒരു ബ്ലീഡിങ് വരും. അതായത് അത് 28 ദിവസം ഇങ്ങനെ അവർ വെന്റിലേറ്ററല്ല ICUവിൽ കിടക്കും. അപ്പോൾ 28 ദിവസം കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല അവൾക്ക്. അപ്പോൾ 28 ദിവസം ട്രീറ്റ്മെൻറ്റിൽ കിടക്കുമ്പോൾ കാശുരൂപം മാത്രം കുഞ്ഞിൻ്റെ തൊട്ടിൽ വെച്ച് കൊടുക്കും മാതാവിൻ്റെ. അമ്മയോട് പറയും, അമ്മേ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ പറ്റും. അമ്മ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തി
എനിക്ക് 4ാമത്തെ കുഞ്ഞായിട്ട് തിരിച്ചു തരണമെന്ന് പറയും. അപ്പം ഇങ്ങനെ ഓരോ സമയത്തും നല്ല മെൻറ്ററെ പോലെ ഈ ദിവ്യ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭർത്താവും അവരെ കുറെ ഭർത്താവിന് അവളുടെ ഉദ്ദേശിച്ചിട്ട് അവളുടെ ഹെൽത്ത് ഉദ്ദേശിച്ചിട്ടാണ് അയാളങ്ങനെ പറഞ്ഞതെങ്കിലും ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ കുടുംബം മൊത്തമായിട്ട് വിജയിക്കും. ഒരു കുഞ്ഞിനെ ജീവനോടെ കിട്ടി അവർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും. അതിൻ്റെ അകത്ത് ഒന്ന് കഴിഞ്ഞ ശനിയാഴ്ചത്തെ വലിയ ശനിയാഴ്ച വന്ന ഒരു സാക്ഷ്യമാണ്. ഒരു കൊല്ലം ദൈവം അവരിൽ പ്രവർത്തിച്ചിട്ട് ദൈവം ആ ഫയല് ഭയങ്കരമായിട്ട് നല്ല ക്ലിയറായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യുന്നു. അവർ സുവിശേഷത്തിന് വലിയ സാക്ഷികളായിട്ട് അവരെ മാറ്റുന്നു. പക്ഷെ അവിടെ വരണത് ഇക്കാലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വീണു പോകുന്ന ആൾക്കാരെ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന അതിനാണ് മെൻറ്റർ എന്ന് പറയണത്. ഉടമ്പടിയിലെ പ്രഖ്യാപിതമായ ദൈവദൗത്യമാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. മരിയൻ മെൻറ്റർ, അതായത് ക്രിസ്തുവിലെ ഒരാളെ താങ്ങി നിർത്തുക, വിശ്വാസ വീഴ്ചകളിൽ വീണു പോകാതെ നിലനിർത്തുക, ക്രിസ്തുവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഒരു വലിയ നടപടിക്രമമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന രീതിയിലും ഉടമ്പടി പ്രാർത്ഥന നൽകുന്ന രീതിയിലും അതിൽ 10,000 സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തെ കൈമാറ്റി മാറുന്ന രീതിയിലേക്ക് ഉയർത്തിയതിൻ്റെ പേരിൽ ഈ മെൻറ്ററിങ് ആവുള്ളത്. എന്താ, ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒക്കേഷൻ പ്രൊമോട്ടറായിട്ട് ദേവിളിയുടെ പ്രൊമോട്ടർ അവിടെ വരും. അങ്ങേരെന്ന് പറഞ്ഞ വാക്ക് ബോർഡിൽ എഴുതിയിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ലോകം മുഴുവനും പോടാം, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പം ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഞാൻ എല്ലാ കാലങ്ങളിലും ഫ്രണ്ട് ബെഞ്ച്, ചെറിയ പൊക്കമായ ഇല്ല ആരോഗ്യമില്ലാത്ത കാരണം എപ്പോഴും നമ്മൾ ഫ്രണ്ടിലാണ് ഇരിക്കണത്. ബാക്കിൽ പോയാൽ പിള്ളേർ തള്ളി തന്നെ മാറ്റും അവിടെ നിന്ന്. അവിടെ ഞാൻ പിന്നെ മുമ്പിൽ തന്നെ വന്നിരിക്കും എല്ലാ കാലങ്ങളിലും. അപ്പോഴേ അവിടെ ഞാൻ ആദ്യം കണ്ട വാക്കാണ് നിങ്ങൾ. അന്ന് എനിക്ക് വചനമൊന്നും അറിയാൻ പാടില്ല. അന്ന് വചനം മലയാളത്തിലാക്കിയിട്ടുമില്ല. ഏവങ്കേലിയം എന്ന് പറഞ്ഞ് ബൈബിളിൽ പള്ളിയിലൊരു പുസ്തകമുണ്ട്, അത് നമുക്കൊന്നും വായിക്കാൻ കിട്ടത്തില്ല. അപ്പോഴേ ആ ഒരു കാലമായിരുന്നു 66 മറ്റേ കാലം. അപ്പം നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ഇങ്ങനെ കർത്താവിനെ എല്ലാവരെയും അറിയിക്കണമെന്ന്. അത് എനിക്കറിഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നതല്ല, ദൈവം മനഃപൂർവ്വം ഇടിച്ചു കുത്തി എൻ്റെ മനസ്സിലോട്ട് ഇറക്കി തന്നതാ. ഇതാണ് നിൻ്റെ വഴി, നീ ഇതിലേ പോകാൻ പറഞ്ഞത്. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ യേശുദാസൻ വന്ന് IMS മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹം വന്ന് ബോർഡ് എഴുതിയ വാക്കാണ് വിളവ് അധികം വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ വയലിലേക്ക് വേലക്കാരെ വിളിക്കാനും പ്രാർത്ഥിക്കണം, അപ്പോഴും കർത്താവിൻ്റെ വേലക്കാരനാകണം എന്നുള്ള ചിന്ത. അത് ഞാൻ മൈനസമാരി ചേർന്നിട്ട് എൻ്റെ പഴയ നോട്ട് പുസ്തകങ്ങളുടെ ബാക്കി 10ാം ക്ലാസ്സിൽ പഠിച്ച് എഴുതി മാറ്റിയതിൻ്റെ ബാക്കി എല്ലാ നോട്ട് പുസ്തകത്തിൻ്റെ ബാക്കിൽ 5-8 പേജ് എഴുതാത്തതുണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അതെല്ലാം കുത്തിക്കെട്ടിയെടുത്ത് ഓണത്തിന് പോയപ്പോൾ ആ പഴയ നോട്ട് ബുക്കിലെ പേജുകളെല്ലാം കുത്തിയെടുത്ത് ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തിട്ട് അതിന് തന്നെത്താൻ ഒരു ബൈൻഡൊക്കെ ഒപ്പിച്ച് ഒരു നോട്ട് ഡയറി പോലെ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ആദ്യം പേജ് എഴുതിയിരിക്കണ ഇതാണ്: ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അന്ന് പ്രേക്ഷിത വിഷൻ സൺഡേക്ക് ലേഖനം എഴുതിയതും ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ആ പ്രേക്ഷിത പ്രവർത്തനമാണ് ഇന്ന് ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നത്. ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അത് ദൈവം ആദ്യം നമുക്ക് തന്നതാ. വിശ്വാസത്തിൽ ആടി നിൽക്കുന്നവരെ ഉറപ്പിക്കുക, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക. ദിവ്യ അതാണ് ചെയ്തത്. അവരുടെ പാദങ്ങളെക്കുറിച്ചാണ് പറയണത്. മലമുകളിൽ അത് സുന്ദരമാണെന്ന്. ആ മലമുകളെന്ന് പറഞ്ഞാൽ ജെറുസലേം മലമുകളാണ്. ജെറുസലേം മലമുകളെന്ന് പറഞ്ഞാൽ സ്വർഗീയ മലമുകളാണ്. സ്വർഗത്തിലൂടെ പാദങ്ങൾ തിളങ്ങണം എന്നാണ് പറയണത്. ശ്രുതികട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല.
മാത്രമേ ദൈവമെന്നും അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുക. കൈകൾ വിടർത്തി വെക്കുക. അറിയാവുന്ന വിശ്വപ്രമാണം ചെയ്യുക. അല്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്നും സ്തുതിക്കുക. അച്ഛൻ നിങ്ങളുടെ കൈകളിലേക്ക് കർത്താവിൻ്റെ തിരുത്തത്താൽ അഭിഷിക്തരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നല്ലവനായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവേ അങ്ങയുടെ കൈകളിലേക്ക് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് ഈ കൈകൾ അവരുടെ ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരാരെക്കുറിച്ച് ഓർക്കുന്നു അവർക്ക് വേണ്ടി കൂടി കർത്താവെ ദൈവിക ശക്തിയുടെയും സൗഖ്യത്തിൻ്റെ ഉപകരണമായി കൈകളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാവരേ എന്നിൽ നിറയണമേ, നാഥാവരേ സൗഖ്യം നൽകണമേ, നാഥാവരേ എന്നിൽ നിറയണമേ, നാഥാവരേ സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കൈകളാണ് നെഞ്ചിൽ വെച്ചുകൊണ്ട് ശരീരമെങ്ങനെ മുഴുവനായിട്ട് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിനെ ഏൽപ്പിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ എൻ്റെ കൈകള് നെഞ്ചിൽ പിണച്ചു വെച്ച് എൻ്റെ മുഴുവൻ ശരീരവും ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അങ്ങയുടെ സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി എന്നിലേക്ക് ആവശ്യിക്കണമേ. കർത്താവിന്റെ ശക്തി എൻ്റെ ശിരസ്സിലും തലച്ചോറിലും ചെവികളിലും കേൾവിയുടെ കഴിവുകളിലും കാഴ്ചയുടെ കഴിവുകളിലും തൊണ്ടയിലും സംസാര ശേഷിയിലും എല്ലാ വൈകല്യങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ശ്വാസകോശങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. ആന്തരിക അവയവങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കരളിനെ അങ്ങ് സ്പർശിക്കണമേ. ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ. ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. ഉടലിനെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, എല്ലാ വൃക്കകളെയും അങ്ങ് സ്പർശിക്കണമേ. പ്ലീഹായെ അങ്ങ് സ്പർശിക്കണമേ. അസ്ഥികളെ, കോശങ്ങളെ, ഗർഭാശയത്തെ ആമാശയത്തെ അങ്ങ് സ്പർശിക്കണമേ. അസ്ഥികളെ, അസ്ഥിപ്രവേശങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ദൈവത്തിന്റെ കൃപ മുതല് ഉള്ളംകാൽ വരെ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. അസ്ഥിബന്ധങ്ങളിലെ, സന്ധിബന്ധങ്ങളിലെ, മാംസപേശികളിലെ, രക്തഞരമ്പുകളിലെ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. മാർഗ രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുവിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്,
വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, കടമുള്ളവർ, സ്ഥലം വിറ്റുമാറാവുള്ളവർ, അങ്ങനെ പല പല വിഷയങ്ങളിൽ, മക്കളില്ലാത്തവർ, വിവാഹ ബന്ധം തകർന്നു പോകുന്നവർ, വിവാഹം നടക്കാത്തവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അത് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണ കർത്താവ്. മക്കൾ ഇല്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് ജോലിയില്ലാത്തവർ, കർത്താവ് കേസ് അകപ്പെട്ടു പോയവർ, ജയിലകപ്പെട്ടു പോയവർ, സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുന്നവർ, കർത്താവ് വിദ്യാഭ്യാസത്തിൽ കർത്താവ് തകർന്നവർ, പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് വിസ ലഭിക്കാത്തവർ, PR ലഭിക്കാത്തവർ, പലതരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. തടസ്സങ്ങൾ മാറിക്കൊണ്ട് ആരാധനയിലൂടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിലുള്ളവർക്ക് നിങ്ങൾക്കും മൗനമായി പ്രാർത്ഥിക്കാവുന്നതാണ്. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആരെല്ലാം ഉപേക്ഷിച്ചാലും നിത്യതയോളം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സ്നേഹത്തെ ഈ വചനത്തിലൂടെ, ഈ ആരാധനയിലൂടെ വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്ക് പരിശുദ്ധ